നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളത്തുള്ള ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. കടമ്പ്രയാർ എക്കോ ടൂറിസം. എറണാകുളത്ത് നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ ഇങ്ങോട്ട്. കാക്കനാട് നിന്ന് ഏതാണ്ട് 5-6 കിലോമീറ്റർ. സത്യം പറഞ്ഞാൽ ഇതിലൂടെ നടക്കുമ്പോൾ ഇത് എറണാകുളത്താണെന്ന് തോന്നില്ല. ഒരു കുട്ടനാടൊക്കെ ചെന്നൊരു ഫീലാണ്. അതുപോലത്തെ ഒരു ആംബിയൻസ് ആണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ പണ്ട് ടിക്കറ്റ് കൗണ്ടറും കഫേയൊക്കെ ഉണ്ടായിരുന്നു. 2010 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ബോട്ടിംഗ്, റെസ്റ്റോറൻറ്റ്, കുട്ടികളുടെ പാർക്ക്, അങ്ങനെ വിവിധ റൈഡൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. കാലക്രമേണ അത് നിർത്തേണ്ടി വന്നു. ഞാൻ അന്വേഷിച്ചാൽ പറഞ്ഞത് വീണ്ടും തുടങ്ങാനുള്ളൊരു പദ്ധതി ഉണ്ടെന്നാണ്. ഇത് കഫേ ആയിരുന്നു പണ്ട്. ഇതാണ് കഫേയിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ. ഇതൊരു മറൈൻ കോളേജാണ്. ഷിപ്പിൻ്റെ ആകൃതി ചെയ്തിരിക്കുന്നൊരു ബിൽഡിങ്. ശരിക്കും ഒരു കപ്പലിൽ നങ്കൂരം ഇട്ട് കിടക്കണ പോലെ ഉണ്ട് കാണാൻ. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ കായലിൻ്റെ സൈഡിൽ കൂടി ഏതാണ്ട് 1.5 കിലോമീറ്ററോളം നീളുന്ന വാക്ക് വേ ആണ്. അതിനകത്ത് 2 ഹാങ്ങിങ് ബ്രിഡ്ജ് അടക്കം വരും. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ തൂക്കുപാലം. ഇത് റോഡ് സൈഡ് തന്നെയാണ്. എറണാകുളത്ത് നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ ഇങ്ങോട്ട്. നമുക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ രാവിലെയോ വൈകിട്ടോ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ സ്ഥലം. കടമ്പ്രയാർ എക്കോ ടൂറിസം ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, കറക്റ്റ് ഇവിടെ എത്തിച്ചേരും. ഇനിയിപ്പോൾ മഴയത്ത് വന്നാലും ഇതുപോലെ മേൽക്കൂരയൊക്കെ വെച്ചിട്ട് 4-5 പണിതിട്ടിട്ടുണ്ട് ഇടക്കിടക്ക്. മഴയത്ത് വന്നാലും നമുക്ക് കയറി നിൽക്കാൻ സ്ഥലമുണ്ട്. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ മറ്റൊരു തൂക്കുപാലം. ഞാൻ ഒരുപാട് തവണ ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും ഈ അടുത്താണ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത്.
ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഗേറ്റ്. ഇത് കാക്കനാട് പള്ളിക്കര റൂട്ടിലാണ്. മനക്കക്കടവ് എന്നാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര്. പണ്ട് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും പാസ് ലഭിച്ചിരുന്നു.